നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇത് എന്നെ ഓർമ്മയുണ്ടല്ലോ, ഞാൻ മാലതി വാര്യർ. എൻ്റെ ഫോൺ നമ്പർ 9447443634. ചുമ്മാ കരുതി ഓർമ്മയിൽ വയ്ക്കൂ നമ്പർ. ഞാനിങ്ങനെ ദിവസേന കഥകൾ പറയുന്നൊരു ചാനലാണ് കേട്ടത്. ഈ ചാനലിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥകൾ, ഞാനിപ്പോൾ പറയുന്നത് ബുദ്ധമതത്തിലെ ആഭിമുഖ്യത്തിലുള്ള കഥകൾ, ജാതക കഥകൾ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ആർക്കാണ് കൂടുതൽ പ്രായം എന്ന് നോക്കുന്ന ഒരു കഥയാണ്. കഥയിലേക്ക് കിടക്കാം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ പേരോട് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. ഒരു ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ മനുഷ്യവാസം ഒന്നും അധികം ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത്. അവിടെ എന്ന് വെച്ചാൽ ധാരാളം മനുഷ്യരൊക്കെ വളരെ അപൂർവമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാടുകളിലൊക്കെ ധാരാളം മരങ്ങളുണ്ട്. മരമൊന്നും വെട്ടിക്കൊണ്ടുപോകാൻ ആൾക്കാരില്ലല്ലോ. അതുകൊണ്ട് മരങ്ങളൊക്കെ ഇങ്ങനെ തഴച്ച് വളർന്ന് നല്ല തിക്കായിട്ടുള്ള കാടാണ്. തിക്കായിട്ടുള്ള കാടെന്ന് വെച്ചാൽ പകൽ പോലും സൂര്യപ്രകാശം എത്താത്ത കാടുകളാണ് കേട്ടോ. ഹിമാലയത്തിൻ്റെ താഴ്വരകളിലാണ് ഈ ഞാൻ പറയുന്ന കഥകൾ. അവിടെ വലിയൊരു ആൽമരത്തിൻ്റെ മുകളിലായിട്ട് 3 ജീവികൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. അതിനടുത്തായിട്ട് തന്നെ അവർ 3 പേര് തമ്മിൽ വളരെ സുഹൃത്തുക്കളൊക്കെയാണ്. ആ വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒന്നൊരു ആനയാണ്, കൊമ്പനാന. മറ്റൊന്ന് ഒരു വാനരശ്രേഷ്ഠൻ എന്ന് വെച്ചാൽ കുറച്ച് പ്രായമൊക്കെ ഉള്ളൊരു കുരങ്ങൻ. പിന്നെ ഒന്നൊരു കൊച്ചു പക്ഷി, തിത്തിരിപ്പക്ഷി എന്ന് പറയുന്ന ചെറിയൊരു പക്ഷി. ഈ 3 പേരും വലിയ കൂട്ടുകാർ, ഒരേ മരത്തിൽ താമസിക്കുന്നവരാണ്. കൊമ്പനാനയുണ്ട്, വാനരശ്രേഷ്ഠനുണ്ട്, തിത്തിരിപ്പക്ഷിയുണ്ട്. പക്ഷേ ഇവർ തമ്മിലുണ്ടല്ലോ, 3 ആൾ തമ്മിൽ അങ്ങുകൊക്കെ കാണുന്നുണ്ട്. വാനരൻ ഇങ്ങനെ മരത്തുമേക്കൂടെയൊക്കെ കയറി നടക്കുന്ന ആളാണ്. പിന്നെ ആന ആലിൻ്റെ ചോട്ടിലൊക്കെ ചുറ്റി നടക്കുക, എവിടെയെങ്കിലുമൊക്കെ പോയി തീറ്റയൊക്കെ തേടി പിന്നെ ഇവിടെ വന്ന് വിശ്രമിക്കും, അങ്ങനെയൊക്കെ ജീവിക്കും. തിത്തിരി പക്ഷിയാണെങ്കിൽ ഈ ആലിൻ ചോട്ടിലൊക്കെ ഇങ്ങനെ കുത്തി ചീ എന്ന് കലവില ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് നടക്കും. ഇവർ 3 പേരും ഒരേ മരത്തിലാണ് താമസമെങ്കിലും ഇവർ പരസ്പരം വലിയ സൗഹൃദങ്ങളൊന്നുമില്ല. അങ്ങ് മിണ്ടുമൊന്നുമില്ല, വലിയ കാര്യങ്ങൾ അന്വേഷണമൊന്നുമില്ല. അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസങ്ങൾ വലിയൊരു മഴ പെയ്തങ്ങോട്ട് തോർന്നു കഴിഞ്ഞപ്പോൾ 3 പേരും നനഞ്ഞില്ലേ, അസലായിട്ട് നനഞ്ഞു. ഒക്കെ തണുത്ത് കൊച്ചിരിക്കുക. പിന്നെ വെയിൽ ഉദിച്ചപ്പോൾ വെയിൽ കായാനായിട്ട് വെയിലത്തേക്ക് 3 പക്ഷികളും വന്നു, 3 ജീവികളും വന്നിരുന്നു. കുരങ്ങനും വെയിലത്തിരുന്നു, തിത്തിരി പക്ഷിയും വെയിലത്തിരുന്നു, ആനയും കുറച്ച് നേരം വെയിൽ കൊള്ളാൻ മതി. അങ്ങനെ ഇരുന്നപ്പോൾ ഇവർ ആന തുമ്പി കൈ കൊണ്ട് തിത്തിരി പക്ഷിയുടെ അടുത്ത് വരെയൊക്കെ ചെല്ലും. തുമ്പി ഇങ്ങനെ നീട്ടും. അത് കഴിഞ്ഞ് ഇങ്ങോട്ടും തുമ്പി നീട്ടുമ്പോൾ കുരങ്ങൻ്റെ അടുത്ത് വരെ എത്തും. കുരങ്ങൻ്റെ അടുത്ത് എത്തും. കുരങ്ങൻ അവിടെ നിന്ന് ചുറ്റുമൊക്കെ ഒന്ന് ചാടി വെക്കും. തിത്തിരി പക്ഷി കലവല കൂട്ടി വെക്കും. ആന തുമ്പി അപ്പുറം ഇപ്പുറയൊക്കെ നീട്ടി കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും തിന്നാവുന്നുണ്ടെങ്കിൽ തിന്നും. ഇങ്ങനെയൊക്കെ നടക്കും. അങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് തോന്നി, കൂട്ടുകാരെ എന്ന് പറഞ്ഞ് വിളിച്ചു. നമ്മളിങ്ങനെ പരസ്പരം മിണ്ടാതെ കണ്ടും മുറുക്കാതെ കണ്ടും ഒക്കെ ഇരുന്നിട്ടുള്ളത് ഇതെന്തൊരു ജീവിതം അത്? ഇങ്ങനെയാണോ? കൂട്ടായ്മയല്ലേ ഒരു സമൂഹത്തിൻ്റെ ശക്തി. അതുകൊണ്ട് നമുക്കൊരു കൂട്ടായ്മ വേണം, അതിന് നമ്മൾ തമ്മിൽ സൗഹൃദം വേണം, എന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കൊമരാന. അപ്പോൾ വാനരശ്രേഷ്ഠൻ അത് ശരിയാണ്, നമുക്ക് തമ്മിലും എന്തെങ്കിലുമൊക്കെ ഒരു ധാരണ വേണമല്ലോ, പരസ്പരം നമുക്ക് യോജിച്ച് പൊതുവായ ചില കാര്യങ്ങൾ നമുക്കും ഉണ്ടാകണം, എന്നാലേ നമ്മുടെ സൗഹൃദം വളരുള്ളൂ. തിത്തിരിപക്ഷി കലവില കൂട്ടി അത് തന്നെ പറഞ്ഞു. ഞാനും അതിനൊക്കെ തയ്യാറാണ്. പക്ഷെ അതിന് മുൻപ് വേറൊരു കാര്യമാണ്, നമ്മളിൽ ആരാണ് പ്രായക്കൂടുതലുള്ള ആൾ എന്നൊന്ന് തീരുമാനിക്കണം. അത് ശരിയാണ്, അത് വേണം. പ്രായക്കൂടുതലുള്ള ആളെ വേണം നമുക്ക് ഏറ്റവും നമ്മുടെ ഒരു മൂത്ത സഹോദരനെ പോലെ ബഹുമാനിക്കണം, ആദരിക്കണം. ആൾ പറയുന്നതൊക്കെ മറ്റ് 2 പേരെ അനുസരിക്കണം.
അങ്ങനെയൊക്കെ ആയാലേ നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഒരു ഉറപ്പുണ്ടാവുള്ളൂ. അപ്പം നമ്മളിൽ ആർക്കാണ് പ്രായം കൂടിയത് എന്ന് നമുക്കൊന്ന് തീരുമാനിക്കണം. ഇനിയിപ്പോൾ ആരോടാ ചോദിക്കണേ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പം തിത്തിരി പക്ഷി പറഞ്ഞു, ഞാനിങ്ങനെ ഈ മരത്തിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ചാടി നടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിട്ടുണ്ട് ഈ മരത്തിന് വലിയൊരു പോടുണ്ട്. കുറച്ചങ്ങോട്ട് കയറി പതിയോളം ചെല്ലുമ്പോഴാട്ടോ ഈ പോട്. ആ പോടിൻ്റെ അകത്ത് ഒരാളിരുന്ന് തപസ് ചെയ്യുന്നുണ്ട്. ആരാന്നറിയാമോ? നമ്മൾ കാണാറില്ല അല്ലേ? ഞാനും ഇടയ്ക്ക് ഇങ്ങനെ എത്തി നോക്കും ആളകത്തുണ്ടോന്ന്. അപ്പോൾ അവിടെ ഇരിക്കുക, തപസ്സ, കണ്ണടച്ചിങ്ങനെ ഇരിക്കുക. നല്ലൊരു മൂളലുണ്ട്, കണ്ണടച്ചിരിക്കുന്നു. അങ്ങനൊരു മൂളലുണ്ട്. അപ്പോൾ ആരായിരിക്കും, ആരാതെന്ന് തോന്നുന്നു. അതേ ഒരു മൂങ്ങ മുത്തച്ഛൻ. അദ്ദേഹത്തിന് പ്രായം കുറേയുണ്ട്. അവിടെ കണ്ടിട്ടൊരു ബുദ്ധിമാനാണെന്നാണ് തോന്നണേ. എന്തോ കുറച്ച് സ്ഥിതികളൊക്കെ ഉണ്ട്. അങ്ങനെ പുറത്ത് കിടക്കണില്ല, അധികം മിണ്ടുമില്ല. ഈ മൂളൽ മാത്രമേ ഉള്ളൂ. പക്ഷേ പറയണ കാര്യം നല്ല കറക്റ്റാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പോൾ ആനയും പറഞ്ഞു. തിത്തിരി പക്ഷി ഇങ്ങനെ പറഞ്ഞപ്പോൾ വാനരനും അത് ശരിയാണ്, മൂങ്ങ മുത്തശ്ശൻ പറഞ്ഞാൽ പിന്നെ അതിൽ അപ്പീലില്ല, അത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ആനയും പറഞ്ഞു, എനിക്കൊരു എതിർപ്പില്ല, നമുക്ക് മൂങ്ങ മുത്തശ്ശനോട് തന്നെ പോയി ചോദിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മൂങ്ങ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ഇവർ തയ്യാറായി. ഇവർ 3 പേരും കൂടി ആ പൊത്തിൻ്റെ വാതിൽക്കൽ ചെന്നിട്ട് ഇങ്ങനെ വിളിച്ചു, മൂങ്ങ മുത്തച്ഛ, മൂങ്ങ മുത്തച്ഛ. ആന ഒരൊറ്റ ചിഹ്നം വിളിച്ച് കഴിഞ്ഞപ്പോൾ മൂങ്ങ മുത്തശ്ശൻ കണ്ണ് പതുക്കനെ തുറന്നു. കണ്ണൊക്കെ അങ്ങനെ തുറക്കാൻ വയ്യ, അത്രയ്ക്ക് വയസ്സായ മൂങ്ങയാണ്. ഇങ്ങനെ തുറന്നു. എന്നിട്ട് അവിടെ നിന്നിട്ട് മൂങ്ങയോട് ചോദിച്ചു, ഞങ്ങൾ 3 പേര് ഇവിടെ വന്നിട്ടുണ്ട്, കാണാനുണ്ടോ? എന്നെ കാണാനുണ്ടോ? വാനരൻ ചോദിച്ചു. എന്നെ കാണാനുണ്ടോ? കുരങ്ങൻ ചോദിച്ചു. എന്നെ കാണാനുണ്ടോ? ഓ, എന്നെ കാണാനുണ്ടോ? തിത്തിരി പക്ഷി ചോദിച്ചു. അപ്പോൾ ഈ മൂളലെന്നെ. അപ്പോൾ ആന ചോദിച്ചു, തുമ്പി ഇങ്ങനെ ആ ഗുഹയുടെ അടുത്തേക്ക് വെച്ചിട്ട്, എന്നെ കാണാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ 3 പേര് ഇപ്പോൾ വന്നുണ്ട്. മൂങ്ങ മുത്തശ്ശനെ കാണാൻ വന്നേക്കണ്ട, ഒരു സംശയം ഞങ്ങൾക്ക് ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോദിച്ചു, ഞങ്ങൾ 3 പേരിൽ ആരൊക്കെ പ്രായം കൂടുതൽ അതൊന്നും അറിയണം. അങ്ങേക്ക് അറിയില്ല, ഞങ്ങളെ അങ്ങൊന്നും അറിയില്ല, പറഞ്ഞു തരണം. ഞങ്ങൾക്കൊരു കാര്യം അറിയണം. ഞങ്ങൾക്ക് പരസ്പരം ബഹുമാനം വേണം. മൂത്ത ആൾ ആരാന്ന് അറിഞ്ഞിട്ട് വേണം ആ ആളെ ഞങ്ങൾക്ക് ആദരിക്കാൻ, ബഹുമാനിക്കാൻ, അനുസരിക്കാൻ. ഇതൊക്കെ അതാരാന്ന് അറിഞ്ഞിട്ട് വേണം. അപ്പം മൂങ്ങ മുത്തശ്ശൻ ഈ ചോദ്യം കേട്ടപ്പോൾ പറഞ്ഞു, ഇവിടെ കണ്ണങ്ങനെ വളരെ പ്രയാസപ്പെട്ട് തുറന്നിട്ട്, നീങ്ങ പറഞ്ഞേ എന്ന് ചോദിച്ചു. നിങ്ങൾ ആരാന്നാ പറഞ്ഞേ? പിന്നെയും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എനിക്ക് ഒന്നും തിരിയുന്നില്ല എന്ന് പറഞ്ഞു. അയ്യോ, അദ്ദേഹത്തിന് പ്രായാധിക്യം കൊണ്ട് ഇവരെ ഇങ്ങനെ ഞാനാന്നൊക്കെ പറഞ്ഞെങ്കിൽ മൂളാനല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഉടൻ തന്നെ ആനയ്ക്ക് എന്ത് തോന്നിയില്ല, ആന അത് പറയുകയും ചെയ്തു. ചങ്ങാതിമാരെ, ചാളൊരു പൊട്ടനാ ഈ മൂങ്ങ മുത്തശ്ശൻ. എന്താന്ന് പറയട്ടെ, ചാളൊരു കള്ളനോ അതിൻ്റെ അത് കള്ളനാന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചു. പറഞ്ഞു, പകലൊക്കെ ഒളിച്ചിരിക്കുക, രാത്രി ആകുമ്പോൾ പുറത്ത് കിടക്കുക, അത് കള്ളന്മാരാ. ചാളിപ്പോൾ പകൽ നമ്മൾ ഈ കണ്ട വിളി മുഴുവൻ വിളിച്ചിട്ട് പുറത്തേക്കൊന്നും വന്നില്ല. ശരിയാ, വന്നില്ല. ചളുക്കള്ളനാ എന്നും പറഞ്ഞു ഇവരെ അവിടെ നിന്ന് പോയി. പക്ഷേ നമുക്ക് അറിയാണ്ട് പറ്റില്ലല്ലോ. നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് തമ്മിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് തന്നെ, നമ്മൾക്ക് ബുദ്ധിയില്ലേ? എന്തിനാ ഈ ബുദ്ധിയില്ലാത്ത മൂങ്ങ മുത്തച്ഛൻ്റെ അടുത്തേക്ക് ബുദ്ധിയും ചോദിച്ചു പോണത്? എൻ്റെ ഒരാവശ്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ 3 പേരും 2 ആൾ കൂടി 3ാമൻ ഒരാളോട് ചോദ്യം ചോദിക്കാം. അതിൻ്റെ ഉത്തരം അനുസരിച്ചിരിക്കും. പിന്നെ വേറെ 2 ആൾ കൂടി ചോദിച്ച ആളോട് ചോദിക്കാം.
ഇങ്ങനെ 3 പ്രാവശ്യമായിട്ട് ചോദ്യം ചോദിക്കുക. അപ്പം നമുക്ക് പറ്റുന്നേ നമ്മളിൽ ആരാ പ്രായ കൂടുതലുള്ള ആളെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുന്നേ ഇപ്പോൾ. ഓ ശരി ശരി ശരി. അപ്പോൾ ഉടൻ തന്നെ എന്ത് ചെയ്തു, ഈ വാനരനും തിത്തിരി പക്ഷിയും കൂടി ഒരുമിച്ച് ചേർന്നു. എന്നിട്ട് കുരങ്ങന്